പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി സോഷ്യൽ മീഡിയയിൽ വളരെയധികം ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മാറ്ററാണ് ഡോക്ടർ RLV രാമകൃഷ്ണനെതിരെയുള്ള ഒരു പരാമർശം. കലാകാരനും നർത്തകനുമായിട്ടുള്ള ഡോക്ടർ RLV രാമകൃഷ്ണനെതിരെ അതേ മേഖലയിൽപ്പെട്ട കലാകാരിയും നർത്തകിയുമൊക്കെ ആയിട്ടുള്ള പ്രശസ്ത അധ്യാപിക കൂടിയായിട്ടുള്ള സത്യഭാമ എന്നിവർ നടത്തിയിട്ടുള്ള ഒരു മോശം പരാമർശം. അദ്ദേഹത്തിൻ്റെ നിറത്തെ നോക്കി, കറുത്ത നിറം കാക്കയുടെ നിറമാണ്, കറുപ്പ് സൗന്ദര്യമില്ലാത്തവരുടെ നിറമാണ്, വെളുത്ത ആളുകൾ, സൗന്ദര്യമുള്ള ആളുകൾ മാത്രം കളിച്ചാൽ മതി മോഹിനിയാട്ടം എന്നൊക്കെ പറഞ്ഞുള്ള ആ രീതിയിലേക്കുള്ള ഒരു വളരെ മോശപ്പെട്ട രീതിയിലേക്കുള്ള ഒരു കമൻറ്റ് ഇന്നലെ വളരെ ഞെട്ടലോട് കൂടിയാണ്, ദുഃഖത്തോടു കൂടിയാണ് കേരളീയ സമൂഹം ഇന്നലെ കേട്ടിട്ടുള്ളത്. കലാരംഗത്ത് നിന്നും ഉണ്ടാവേണ്ട ഒരു ശബ്ദമേ അല്ല. സത്യത്തിൽ കല എന്ന് പറയുന്നത് ആളുകളെ ഒരുമിപ്പിക്കുന്നതിനും സൗഹൃദങ്ങൾ സ്ഥാപിക്കുന്നതിനും അതുപോലെ തന്നെ നല്ല നല്ല മെസ്സേജുകൾ ആളിലേക്ക് പാസ് ചെയ്യുന്നതിനുള്ള ഒരു ടൂളായിട്ടാണ് കലയെയും കലാകാരെയും നമ്മൾ കാണുന്നത്. ആ ആളുകളിൽ നിന്ന്, അത്തരം ആളുകളിൽ നിന്ന്, കലാകാരന്മാരിൽ നിന്ന് തന്നെ ഇത്തരം ഒരു ഡിസ്ക്രിമിനേഷൻ വരുന്ന രീതിയിലുള്ള സംസാരം ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. പണ്ട് കാലത്തുണ്ടായിരുന്ന ജാതീയമായ, വംശീയമായ, മതത്തിൻ്റെ പേരിലുള്ള അല്ലെങ്കിൽ വർണ്ണത്തിൻ്റെ പേരിലൊക്കെയുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ ആ കാലത്തെ അതൊക്കെ എന്നോ ആളുകൾ തള്ളപ്പെട്ടതാണ്. പരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും യോജിച്ച ഒരു കാര്യമല്ലാതെ ആ ഒരു രീതിയിലേക്ക്, പഴയ ഒരു സംസ്കാരത്തിലേക്ക് ആളുകളെ തള്ളിവിടുന്ന ഇത്തരം രീതിയിലുള്ള കമൻറ്റുകൾ വളരെ ഗുഡ്സായ, വളരെ റിജിഡായിട്ടുള്ള ഇത്തരം ചിന്താഗതിയുള്ള ആളുകൾക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുള്ളൂ. ഏതായാലും സാംസ്കാരികമായി ഉയർന്നു ചിന്തിക്കുന്ന ആളുകളൊക്കെ ഇതിനെതിരെ പ്രതികരിക്കുകയുണ്ടായി. ഇന്നലെ തന്നെ ഒരുപാട് ആളുകൾ RLV രാമകൃഷ്ണന് സപ്പോർട്ടുമായിട്ടൊക്കെ വരികയുണ്ടായി. നമ്മുടെ ഭാഗത്തു നിന്നും ശക്തമായ പ്രതിഷേധങ്ങൾ ഇത്തരം അപശബ്ദങ്ങൾക്കെതിരെ ഉണ്ടാവേണ്ടതുണ്ട്. കാരണം വളരെ ബോധപൂർവമായ ശ്രമങ്ങളിലൂടെ ആളുകളെ ഇനിയും മതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും അതുപോലെ തന്നെ ജാതിയുടെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും ഒക്കെ പേരിൽ മാറ്റി നിർത്തി ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാക്കാൻ ഒരിക്കലും ഉയർന്നു ചിന്തിക്കുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുകയില്ല. കാരണം കേരളം പോലുള്ള ഒരു വിദ്യാഭ്യാസപരമായി, സാംസ്കാരികമായി ഉയർന്നു നിൽക്കുന്ന, സാമൂഹ്യ ബോധമുള്ള, മൂല്യബോധമുള്ള, സാംസ്കാരിക ബോധമുള്ള ഒരു സമൂഹത്തിന് ഒട്ടും യോജിച്ച സംസാരമല്ല ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. ഇത്തരം അപശബ്ദങ്ങളെ കേരളീയ സമൂഹം എന്തായാലും തള്ളുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വളരെ ഉയർന്നു ചിന്തിക്കാനും എല്ലാ മതക്കാരെയും, ജാതിക്കാരെയും, മതക്കാരെയും, വർണ്ണക്കാരെയും, വർഗ്ഗക്കാരെയും ഒക്കെ ഒരുമയോടുകൂടി, എല്ലാ ഒറ്റ മനസ്സോടുകൂടി, നന്മയോടുകൂടി കാണാനുള്ള ഒരു നല്ല മനസ്സ് നമുക്കൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.